കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? SITയുടെ മുകളിൽ ഗവൺമെന്റിന്റെ സമ്മർദ്ദം വർദ്ധിക്കുക. കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി മുഴുവൻ കട്ടളയും കടവ് ഉൾപ്പെടെയുള്ളത് അടിച്ചുകൊണ്ടുപോയി. അതെവിടെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആളുകളെ അറസ്റ്റ് ചെയ്ത് മാത്രമല്ലോ പ്രശ്നം. തൊണ്ടി മുതൽ എവിടെ? ഈ സ്വർണം എവിടെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണെന്ന് ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വരികയാണ്. ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള എൻ്റെ സംശയം ഇപ്പോഴും ബലപ്പെടുകയാണ്. ഇത് ആന്റിക്സായി വൻതോതിൽ പണം വാങ്ങിയത് വിദേശത്തേക്ക് കടത്തിയതുള്ള ആരോപണം സത്യമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? അദ്ദേഹത്തിന് എന്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല? അപ്പോൾ SITയുടെ മുകളിൽ ഗവൺമെന്റിന്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. SITയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതെ തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടിയായിട്ട് എത്ര CPM നേതാക്കന്മാരാണ് ജയിലിലുള്ളത്? എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് ഗവൺമെന്റ് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യമെല്ലാം ഇക്കാര്യത്തിലെ EDയുടെ ഒരു ഇടപെടൽ കൂടി വരുന്നു. അതിന് അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ആരന്വേഷിച്ചാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞുകൊണ്ട് ആര് വേണേലും അന്വേഷിച്ചോ. SIT അന്വേഷിക്കുന്നത് ഞങ്ങൾ എതിർത്തല്ലോ. ED അന്വേഷിക്കട്ടെ, പക്ഷെ നിഷ്പക്ഷമായിരിക്കണം. ED ഇടപെട്ട അവസാനം ഇത് കുളവാക്കുന്നതിനാണ് ആളുകൾ. കഴിഞ്ഞ കാലത്ത് ED അന്വേഷിച്ചതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് ആവിയായിപ്പോയി. മറ്റ് പല കേസുകളും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായിട്ടുള്ള പല കേസുകളും ആവിയായിപ്പോയി. അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ED വന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലുണ്ട്. കാരണം മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഏതായാലും യഥാർത്ഥ പ്രതികളെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ മതിയാണ്.